അസ്സലാമലൈക്കും. ഇത് ഷെഫ്സ് എങ്ങനെ സെറ്റ് ചെയ്യാം. സീറ്റായിട്ടാണ് സെറ്റ് ചെയ്യേണ്ടത്. അടുത്ത് സിറ്റ് ടു സ്റ്റാർട്ട് പിക്കപ്പ് അത് സ്വിപ്പ് ചെയ്യാം. അപ്പോഴാണ് ലൊക്കേഷനിൽ വരുള്ളൂ. എയറോ മാർക്ക് കോളത്തിലുള്ളത്. ചിലത് നമുക്ക് കൺഫേം ചെയ്യേണ്ടി വരുന്നുണ്ട്. ചില ഹോട്ടലുകൾ ചില കസ്റ്റമർക്ക് മുമ്പ് തന്നെ കൺഫേം ചെയ്യേണ്ടി വരും കോൾ ചെയ്തിട്ടായിട്ട്. കസ്റ്റമർ നോട്ട് പെയ്ഡ് ആണെങ്കിൽ അതിൽ ഉണ്ടാവും കാണിക്കും. വെരിഫൈ കസ്റ്റമർ എന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും നോട്ട് പെയ്ഡ് ആണെങ്കിൽ നിർബന്ധമായിട്ട് അത് കോൾ ചെയ്ത് കൺഫേം ചെയ്യണം. നമ്മൾ സ്റ്റോറിലേക്ക് ഇപ്പോൾ എത്തി കഴിഞ്ഞു. അപ്പോൾ സ്വിഫ്റ്റ് ടു അരൈവ് ടു പിക്കപ്പ് അതടിക്കുക. ലൊക്കേഷനിൽ കുറച്ചും കൂടി മുന്നോട്ട് പോകാണ്ട്, അതുകൊണ്ടാണ് ആ മെസ്സേജ് വന്നിട്ടുള്ളത്. ഇപ്പോൾ അവിടെ എത്തിയപ്പോൾ വേറെ മെസ്സേജും വന്നത്. അത് നമ്മൾ സ്പോട്ടിൽ ചെയ്തതുകൊണ്ടാണ്. കുറച്ച് വെയിറ്റ് ആവും, 1 മിനിറ്റും കൂടി വെയിറ്റ് ആവും, എന്നിട്ടാണ് സ്വിപ്പ് ചെയ്യേണ്ടത്. ഓർഡർ ഡീറ്റെയിൽസിൽ കസ്റ്റമർ എടുത്താൽ മറ്റേ വെരിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു ഇതുണ്ടാവും റെഡ് എഴുതിയിട്ട്. അപ്പോൾ അത് നിർബന്ധമായിട്ട് ചെയ്യണം. നോട്ട് പെയ്ഡ് ആണെങ്കിൽ കുഴപ്പമില്ല, അത് ഓട്ടോ കൺഫേം ആണ്. ഞാൻ കൺഫേം ചെയ്യണം ചെയ്ത്. അപ്പോൾ നമ്മൾ കളക്ട് ചെയ്ത് സാധനം ഏത് ഐറ്റംസ് ബില്ലിലുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. എല്ലാ ഐറ്റംസും ഉണ്ടോ എന്ന്. അത് സ്വിഫ്റ്റ് ടു സ്റ്റാർട്ട് ഡെലിവറി. അതിന് ശേഷം മറ്റേ കസ്റ്റമറിൻ്റെ ലൊക്കേഷനിലേക്ക് എയറോ മാർക്ക് വരുള്ളൂ. ഓക്കെ വന്നില്ലേ, അറിയിട്ടു ആ ലൊക്കേഷനിൽ അടുത്ത കസ്റ്റമറിൻ്റെ അടുത്ത് മൂവ് ആവാം. ഇൻഷാ അല്ലാഹ് മറ്റുള്ള ഫ്രണ്ട്സുകൾക്ക് ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. നമ്മൾ ലൊക്കേഷനിൽ എത്തിക്കഴിഞ്ഞു, കസ്റ്റമറിൻ്റെ ലൊക്കേഷനിൽ എത്തിക്കഴിഞ്ഞു. സ്വിഫ്റ്റ് അരൈവ് ടു ഡെലിവറി അവിടെ എത്തി. അരിവിയിൽ ഇനി കസ്റ്റമറിന് കോൾ ചെയ്യാം. ഗ്രീൻ മാർക്ക് ഇല്ലേ ലോഗോസ്, കസ്റ്റമറിന്റെ പേരിനാണ് ഉള്ളത്. മറ്റു മാക്ഡോണൽസ് സ്റ്റോറിന്റെ നമ്പറാണ്. ഓക്കെ, ഡെലിവറി കഴിഞ്ഞു ചെയ്ത്. അപ്പോൾ കംപ്ലീറ്റ് ആയി ഓർഡർ. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരും. അസ്സലാമു അലൈക്കും. ഷെയർ, ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്.